എന്തൊരു ചെയ്യണ ഈശ്വര അയ്യോ കൊടുങ്കാറ്റ് ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്റെ യൂട്യൂബ് ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു സൺഡേ വ്ളോഗാണ് കേട്ടോ. ഇന്ന് 1-ാം തീയതിയാണ്. പക്ഷെ എനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അമ്പലത്തിൽ പോണില്ല. നല്ല മഴയുണ്ട് കേട്ടോ. നല്ല മഴയുള്ള ഒരു ദിവസം. നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പൊ ഞാനും ചേട്ടൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പിള്ളേരെ വിളിക്കാൻ പോയി. അപ്പൊ അവിടെ കിടന്ന് ഇറങ്ങി. സമയം 8:30 ആവാറായിട്ടുണ്ട് കേട്ടോ. അമ്മയ്ക്കിന്ന് മ്യൂസിക് ക്ലാസ് ഉണ്ട്. മഴയാണ്. അപ്പം തന്നെ കാറിൽ കൊണ്ടാക്കി കൊടുക്കേണ്ടി വരും. അപ്പോൾ അച്ഛനെ വെള്ളപ്പം മേടിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. കിട്ടോ അവ ഇനി പോയി കഴിഞ്ഞാൽ മുട്ടക്കറി ഉണ്ടാക്കാമെന്നാ പറയണേ. അല്ലെങ്കിൽ തന്നെ ഈ സ്റ്റൂ ഉണ്ടാക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ. ഞായറാഴ്ച ദിവസങ്ങളിൽ പൊതുവെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നല്ല മടിയാണ് കേട്ടോ. എല്ലാ ഞായറാഴ്ച ഞാൻ വിചാരിക്കുന്നു ഏതെങ്കിലുമൊക്കെ അമ്പലത്തിലൊക്കെ പോവാം, വടക്കുന്നാഥനിലൊക്കെ പോകണം എന്നിട്ട്. പക്ഷെ അറിഞ്ഞൂടാ, ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ദിവസവും നേരത്തെ എണീക്കല്ലേ, ഒരു 5:30 ആകുമ്പോൾ എണീക്കും. അപ്പം ഈ ഒരു ദിവസമല്ലേ നമുക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ എന്ന് കരുതിയിട്ട് വീഡിയോ എടുത്ത ദിവസം വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ. അന്ന് ഫാദേഴ്സ് ഡേ ആയിരുന്നു. അപ്പം ഞാൻ നേരെ പോയിട്ട് ഫ്രീസറിൽ പോയി ഒരു ഡയറി മിൽക്കിൻ്റെ പാക്കറ്റ് ഇരുന്നിരുന്നു. അപ്പം അതിലത്തെ ചോക്ലേറ്റ് കൊടുത്തിട്ട് അബ്ചേട്ടൻ്റെ അടുത്ത് ഹാപ്പി ഫാദേഴ്സ് ഡേ പിള്ളേരെ കൊണ്ട് പറയിപ്പിക്കാന്നൊക്കെ കരുതിയിട്ട് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ പെട്ടി മാത്രമേ ഉള്ളൂ, ചോക്ലേറ്റ് ഒന്നും തന്നെയില്ല. നല്ല മക്കളാണ്. ആ പെട്ടി അതേപോലെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ പിള്ളേരെ വിളിക്കാൻ അവിടെ കയറി അബ്ചേട്ട അവിടെ കയറി കിടന്നു കേട്ടോ. പിന്നെ എനിക്ക് കിച്ചണിൽ കയറാൻ വലിയ മൂടൊന്നുമില്ല. ഇവരിങ്ങനെ കിടക്കുമ്പോൾ എങ്ങനെയാ ബാക്കിയുള്ള ദിവസം ഇവർ എന്ത് കോപ്പറേറ്റ് കാണിച്ചാലും ഞാൻ നേരെ അടുക്കളയിൽ കയറും കേട്ടോ. അപ്പം ഞാനും കൂടെ അവിടെ പോയിരുന്നു. അപ്പോൾ ആദ്യം അബ്ചേട്ടൻ വിടുന്നില്ല. ആദ്യം അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഓടി പോകാനോ നോക്കുന്ന കേട്ടോ. അബ്ചേട്ടൻ ഇങ്ങനെ ചൊറിച്ചലിൻ്റെ നമ്പർ 1 ആണ്. അതുപോലെ തന്നെയാണ് കേട്ടോ ആദ്യം. പക്ഷെ ഉറക്കക്ഷീണത്തിൽ ആയതുകൊണ്ട് അവന് തിരിച്ചു മാറാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ കുറച്ചു നേരം അവിടെ കിടന്നു. ഉറങ്ങിപ്പോവാന്ന് പറയില്ലേ, കണ്ണങ്ങോട്ട് തുറക്കാൻ പറ്റുന്നില്ല. പിന്നെ ഈ റൂമാകെ കച്ചറായി ഇട്ടേക്കുന്നത്. കച്ചറ എന്ന് പറയുമ്പോൾ തലേ ദിവസത്തെ തുണികൾ മടക്കി വെച്ചാലും അത് കബേർഡിലേക്ക് എടുത്ത് വെക്കാനായിട്ട് അവർക്ക് ഭയങ്കര പാടാ. എന്താ ചെയ്യുക, പറയാനല്ലേ പറ്റുള്ളൂ. ആമിക്ക് ഇത്ര വലുതായിട്ടും അവൾക്ക് അതൊന്നും ഒരു റൂട്ടീനോ കാര്യങ്ങളോ ഒന്നും ആയിട്ടില്ല കേട്ടോ. അപ്പോൾ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ അവിടെ കിടന്നു. പിന്നെ ഞാൻ പറഞ്ഞു ഇനി ഇങ്ങനെ കിടന്നാൽ ശരിയാവില്ല, പുറത്താണെങ്കിൽ നല്ല മഴയാണ് കേട്ടോ പെയ്യുന്നത്. ദിവസം ഭയങ്കര മഴയായിരുന്നു കേട്ടോ. കുത്തിയൊലിച്ച് പെയ്യാന്നൊക്കെ പറയില്ലേ, മഴയ്ക്ക് എന്തോ നമ്മുടെ അടുത്ത് ദേഷ്യമുള്ള പോലെയൊക്കെ തോന്നും. അതുമാതിരി മഴയാണ് കേട്ടോ ആ ദിവസം പെയ്ത് കൂട്ടിയത്. അപ്പോൾ ലാസ്റ്റ് സ്റ്റൂന്നൊക്കെ മാറി ഞാൻ ലാസ്റ്റ് മുട്ടക്കറിയിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാമെന്നൊക്കെ കരുതിയിട്ട് അങ്ങനെ കുറച്ച് കറിയല്ലേ വേണ്ടു. ഞങ്ങൾ 4 പേർക്കെന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് കറി കേട്ടോ ആവശ്യമുള്ളൂ. പിന്നീട് അത് വേറെ ആവശ്യമില്ല. ഉച്ചയ്ക്ക് വേറെ കറി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഞാനിന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം ക്വാണ്ടിറ്റിയിൽ കറി വെക്കണില്ല. അപ്പോൾ പിന്നെ അബ്ചേട്ടൻ്റെ നടുവേദനയ്ക്ക് ചെയ്യുന്ന എക്സസൈസ് ആണ് കേട്ടോ ഇത്. ഡോക്ടർ ലൈഫ് ടൈം ചെയ്യാൻ പറഞ്ഞിട്ടുള്ള എക്സസൈസാണ്. റിവേഴ്സ് എക്സസൈസ് എന്നാണ് പറയുക ഇതിനെ. അത് അബ്ചേട്ടൻ്റെ തണ്ടൽ വേദന കുറയുന്നില്ല, പക്ഷെ ഇത് ചെയ്യുമ്പോൾ വ്യത്യാസമുണ്ട് കേട്ടോ. അങ്ങനെ ആമി ഇതേ കിടക്കപ്പോൾ നെറ്റ് വന്നിട്ടുണ്ടോ, എന്തൊക്കെയോ സ്കൂളിലത്തെയോ പാട്ട് ക്ലാസ്സിലത്തെയോ എവിടത്തെയോ എന്തോ ഒരു കാര്യം പറഞ്ഞിട്ടാണ് കേട്ടോ ഈ ചിരിക്കുന്നത്. അപ്പോൾ അബ്ചേട്ടൻ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അബ്ചേട്ടൻ്റെ ചിരി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. ആളവിടെ കിടക്കായതുകൊണ്ട് തന്നെ. ഇത് ഷഞ്ജനയുടെ പഴയ ഡ്രസ്സാണ് കേട്ടോ. ഇങ്ങനത്തെ ലൂസിലുള്ള ഡ്രസ്സുകൾ ഇടാനാണ് ആമിക്ക് ഇഷ്ടം. എൻ്റെ ഡ്രസ്സുകളൊക്കെ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. എൻ്റെ കുർത്തയൊക്കെ എനിക്കൊന്ന് ഞാൻ എന്താ കളഞ്ഞാലോ എന്ന് പറയേണ്ട താമസം അവൾ അത് വന്ന് ചോദിക്കും. കണ്ടോ ആമി എൻ്റെ ഒപ്പം വളർന്നേക്കണു. അയ്യോ ഹൈറ്റ് കൊണ്ട് അവൾ എൻ്റെ ഒപ്പം എത്തിയിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി കൂടി വണ്ണം കൂടി വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഡ്രസ്സൊക്കെ മാറിയിടാം. അയ്യോ വേണ്ട, അമ്മയുടെ ഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ അവൾ അത് പണിക്കുറ്റം തീർത്തിട്ട് എൻ്റെ തരുള്ളൂ. അപ്പോൾ അത് എടുത്ത് പൊക്കലായി. ഇനി എന്തൊക്കെയാണ് ഞാൻ കാണിച്ചു കൂട്ടണേ. അങ്ങനെ ദേവചേട്ടൻ ഞങ്ങളുടെ ശല്യം സഹിക്കാൻ പറ്റാണ്ട് അവൻ എഴുന്നേറ്റ് കൂട്ടാ. അബ്ചേട്ടൻസ് നെയ്ച്ചോറ്. അബ്ചേട്ടൻ നമുക്ക് വേണ്ടി നെയ്ച്ചോറ് ഉണ്ടാക്കുന്നതാണ്. അഭിചേട്ടൻ കുളിച്ചിട്ടില്ലേ, കുളിക്കാൻ കയറണുള്ളൂ. ഇപ്പോഴല്ല, വിളിക്കല്ലേ വേണ്ടോ. 4 ഗ്ലാസ് അരി കഴുകി വെള്ളത്തിൽ ഇട്ടേക്കാൻ പറഞ്ഞിട്ടുണ്ട്.
ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുള്ളൂ. ഇന്ന് അബ്സൈഡ് ഡ്യൂട്ടി നെയ്ച്ചോറ് ഉണ്ടാക്കാന്നുള്ളത്. വർഷ പഞ്ചമി നീ എവിടേക്ക് പോണേ? അത് കഴിഞ്ഞിട്ട് എവിടേക്ക് പോണേ? വായനശാലയില് കുട്ടികളുടെ പരിപാടി ഉണ്ട്. അതിന് പങ്കെടുക്കാൻ ആദ്യം നിന്നെ മാത്രാണെന്ന് പോകുന്നത്. അറിയില്ല. ഇന്ന് വായനശാലയില് കുട്ടികളുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ അതിന് ആമിയും കുഞ്ഞിയും പാട്ട് ക്ലാസ്സിൽ പോവാ. അപ്പൊ അവർക്ക് പോകാൻ പറ്റില്ല. അപ്പൊ ഇന്ന് പോകുന്നത് ഞങ്ങളുടെ ഇവിടുത്തെ പ്രതിനിധികളായിട്ട് പോകുന്നത് മിന്നും ആദ്യമാണ് ഗൈസ്. അപ്പൊ ഇന്ന് അവര് പോവും. എന്ത് പരിപാടിന്ന് അറിയില്ല. കുട്ടികളുടെ പരിപാടി എന്ന് മാത്രമേ പറഞ്ഞോളൂ. എന്താണാവോ, വന്നിട്ട് ചോദിക്കാം എന്താ പരിപാടി. ഇന്നത്തെ മെയിൻ ഞാൻ എഴുതട്ടെ കേട്ടാ. തിരക്കി പാട്ട് ക്ലാസ്സിൽ പോണം കേട്ടോ. ഒരാൾ കുളിച്ച് വന്നേക്കാ. ഭക്ഷണം കഴിക്കാൻ അവിടെ സമയമില്ല. മേല് കഴുകി ഓടി പോകുന്നുള്ളതാ. അപ്പം അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ കാട്, ഞാൻ അന്ന് കാണിച്ച കാട് ഇപ്പം അത് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞിപ്പോൾ അത് വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പം ഈ കാടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്തിട്ട് ആമി ഡ്രസ്സ് മാറാൻ പോവാ. അപ്പം ഞാൻ ഭക്ഷണം അരി കൊടുക്കുക, അല്ലാണ്ട് കഴിക്കില്ല. സമയമില്ല നമുക്കവിടെ. അപ്പം ഞാൻ റൂമിൽ വെച്ചിട്ടുള്ള കോർണർ ലാമ്പ് ഉണ്ടല്ലോ, അതെടുത്ത് ഇവിടെ കൊണ്ടുവച്ചേക്ക. എസ്തെറ്റിക് ആവാനാന്ന് റൂം. അപ്പം ഞാൻ തന്നെ റൂം വൃത്തിയിൽ വെച്ച് പഠിക്കുന്നു പറഞ്ഞിട്ട് ഞാനത് തിരിച്ച് ഹാളിൽ തന്നെ വെപ്പിച്ചു കേട്ടോ. അത് കഴിഞ്ഞതേ ഷഞ്ജുനയുടെ കൂടെ അച്ഛനാണ് കേട്ടോ അന്ന്. അച്ഛനും അമ്മയും കൂടിയിട്ടാണ് അന്ന് ആമീനെയും കുഞ്ഞിനെയും പാട്ട് ക്ലാസ്സിൽ കൊണ്ടുപോകാൻ പോയിണ്ടായിരുന്നത്. അപ്പോൾ അതേ വായനശാലയിലേക്ക് അബ്ചേട്ടനും ആദ്യം കൂടെ പോവാം. അബ്ചേട്ടന് കോൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ചുറ്റുള്ളതൊന്നും വെച്ചിട്ട് കാണാൻ പറ്റില്ല എന്ന് പറയില്ല. അപ്പോൾ അവിടെ നിന്ന് വിളി വന്നു തുടങ്ങി. ആദ്യം വന്നില്ലല്ലോ, എന്താ ലേറ്റ് ആവണേന്ന് ചോദിച്ചിട്ട് വിളിച്ചു തുടങ്ങി ചേട്ടൻ. അങ്ങനെ അതെ അവരും പോയിട്ടോ. അങ്ങനെ ഞാൻ വീണ്ടും തനിച്ചായി. ഒരുത്തി കമ്മല് പോലും പോയേക്കാം. ഭക്ഷണം വരെ അരി കൊടുത്തിട്ട് അവളുടെ കാര്യങ്ങൾ കഴിഞ്ഞില്ല. ഞാൻ ഫുഡ് കഴിക്കട്ടെ. അവന് ദൈവം അരി കൊടുത്തു, കുറച്ച് ഫുഡ് കഴിച്ചൊന്നുമില്ല. ശരിക്കും ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് അവൻ പോയി. 10 മണിക്ക് പരിപാടിയാണ്. അവർ കുറച്ചു നേരം മുന്നേ വിളിച്ച്. ഇന്ന് ഫാദേഴ്സ് ഡേ ആണ് കേട്ടോ. ഫാദേഴ്സ് ഡേ ആണ്. ഞാൻ അച്ഛന് വിഷ് ചെയ്തു. അച്ഛനും അമ്മയ്ക്ക് കൂടെ അമ്പലത്തിൽ പോയേക്കാം. ചേട്ടനും പിള്ളേരും തമ്മിലുള്ള വീഡിയോ തപ്പിക്കൊണ്ടിരിക്കുക. അവർ തമ്മിൽ അധികം ഫോട്ടോസ് ഇല്ലാന്നേ ഒരുമിച്ചുള്ളത്, വീഡിയോസ് ഉണ്ട്. അപ്പൊ ഞാൻ ആ വീഡിയോസ് ഒന്ന് സെറ്റ് ചെയ്തിട്ടൊരു സ്റ്റോറി ഇടാന്ന് വെച്ചിട്ട് നോക്കാണ്. അപ്പൊ അത് സ്റ്റോറി ഇടട്ടെ. ഞാൻ എന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പണിയോളിക്ക് കിടക്കട്ടെ. ഉച്ച കഴിഞ്ഞാൽ എവിടേക്കെങ്കിലൊക്കെ ഒന്ന് കറങ്ങണം എന്ന് വിചാരിക്കുന്നു. മഴയൊക്കെ അല്ലേ, മഴ വൈബ് ആസ്വദിക്കാനായിട്ട് എവിടേക്കെങ്കിലും ഒന്ന് കറങ്ങാൻ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. എനിക്ക് നടക്കുമെന്നൊന്നും അറിഞ്ഞൂടാ, കാരണം ഞങ്ങൾ പ്ലാൻ ചെയ്യുന്ന പോലെ ഒന്നും നടക്കാറില്ല. അപ്പൊ നോക്കട്ടെ. ഒരു റീൽ എടുക്കാനും കുറേ ദിവസമായി ഒരു റീൽ എടുക്കാൻ വേണ്ടിയിട്ട് പഠിച്ചൊക്കെ വെച്ചേക്കുന്നത്. പക്ഷെ ഇതുവരെ അത് എടുത്തിട്ടില്ല. അപ്പൊ അതെടുക്കണം. അങ്ങനെ ആദ്യം അവിടെ ആക്കിയിട്ട് കുറച്ച് അബ്ചേട്ടൻ വന്നായിരുന്നു കേട്ടോ. അബ്ചേട്ടനെ ഞാൻ എന്തെങ്കിലും മേടിക്കാൻ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ മേടിച്ചത് അബ്ചേട്ടൻ വന്നു. പിന്നെ ഞാൻ അടുക്കളയിൽ കയറി കേട്ടോ. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ കിച്ചണിൽ കയറിയത്. അതുകൊണ്ട് തന്നെ നന്നായി ലേറ്റ് ആയിട്ടുണ്ട്. ഇന്നത്തെ ദിവസം മൊത്തത്തിൽ ലേറ്റ് ആയൊരു ദിവസമാണ്. നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇതുപോലെ സാധനങ്ങൾ കൊണ്ടുവയ്ക്കുന്ന ഒരു മേശപ്പുറം? ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞ് തോറ്റു. അബ്ചേട്ടൻ്റെ ചാവി, ആമിയുടെ ബുക്സ്, ഷർട്ട്, ന്യൂസ് പേപ്പർ, എല്ലാ ഐറ്റംസും ഈ ഊണുമേശയും ഉണ്ടാവും കേട്ടോ. ഞാൻ പറയും ഇതിവിടെ വെക്കല്ലേ, ഇതിന് വെക്കേണ്ടതായ സ്ഥലങ്ങളുണ്ട് വീട്ടിൽ. പക്ഷെ എന്താണെന്ന് അറിഞ്ഞുകൂടാ, എല്ലാവരും ഇതിവിടെ കൊണ്ടുവയ്ക്കുള്ളൂ. ചാവി കൊളുത്തിടുന്ന സ്റ്റാൻഡ് ഇതിനോട് തൊട്ടടുത്ത് തന്നെ കിടക്കുന്നത്. പക്ഷെ അത് പറഞ്ഞാൽ ചെയ്യില്ല. ഇനി ഞാൻ മാറായിരിക്കുന്നു നല്ലതെന്ന് എനിക്കിപ്പോൾ തോന്നുന്നത്. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കുന്നതോട് കൂടെ തന്നെ ഞാൻ മേശയ്ക്ക് വൃത്തിയാക്കി തുടച്ചിട്ടു കേട്ടോ.
ഇന്ന് ഫാദേഴ്സ് ഡേ ആണ് കേട്ടോ. ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്ന ദിവസം ഇന്ന് എത്രാം തീയതി? 15-ാം തീയതിയാണ്, ജൂൺ 15-ാം തീയതി. എല്ലാവർക്കും ഫാദേഴ്സിനെ പറ്റിയിട്ട് ഓരോ കാര്യങ്ങൾ പറയാണ്ടാവൂല്ലേ. എനിക്കും അച്ഛൻ്റെ കാര്യം പറയുന്നത്, അച്ഛനില്ലെങ്കിൽ എൻ്റെ ലൈഫിൽ കുറച്ചും കൂടിയും പല ബുദ്ധിമുട്ടുകളും ഞാൻ നേരിടേണ്ടി വന്നേനെ കേട്ടോ. എന്നുവെച്ചാൽ ഇപ്പൊ ഒരു വീട് പണി ആയാലും പിന്നെ വളർന്നു വന്ന സിറ്റുവേഷൻ ആയാലും അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. 2 പെൺകുട്ടികളായതുകൊണ്ട് തന്നെ അച്ഛൻ്റെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ അച്ഛന് നല്ല ടെൻഷനായിരുന്നു. പക്ഷെ പെൺകുട്ടികളെന്നുള്ള രീതിയിൽ വേറെ അലമ്പും കാര്യങ്ങളൊന്നും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ അച്ഛൻ ഭയങ്കര എല്ലാ കാര്യത്തിലും ഭയങ്കര എന്താ പറയാ, നമ്മളെ ലൈഫ് സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, അങ്ങനെ പറയാം. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ടായാലും നമ്മുടെ ലൈഫ് സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ ഞങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവർക്കും ഉണ്ടാവില്ലേ അച്ഛന്മാരെ പറ്റിയിട്ടുള്ള ഓർമ്മകൾ. ഞാൻ പുറപ്പെടുന്നുണ്ട്, അച്ഛൻ കൊണ്ട വെയിലിന്റെ തണലാണ് മക്കൾ ഇപ്പൊ അനുഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇത് കണ്ടിട്ടില്ലേ. അതൊക്കെ കുറേയൊക്കെ ശരിയാട്ടോ. അച്ഛനൊക്കെ അച്ഛൻ്റെ ഭയങ്കര ചെറുപ്പത്തില് പഠിപ്പൊക്കെ നിർത്തി കുടുംബത്തിന്റെ ഉത്തരവാദിത്തം കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തിട്ടുള്ളതാണ്. അച്ചാച്ചനൊക്കെ ചെറുപ്പത്തിൽ മരിച്ചുകൊണ്ട് തന്നെ. അപ്പൊ അങ്ങനെ അപ്പൊ എല്ലാ അച്ഛന്മാർക്കും ഹാപ്പി ഫാദേഴ്സ് ഡേ. ഫാദേഴ്സ് ഡേ കഴിഞ്ഞിട്ട് ഒരു വീഡിയോ വരാം. എന്നാലും ഫാദറിനെ നമുക്ക് ഓർക്കാൻ, അച്ഛന്മാരെ ഓർക്കാൻ നമുക്ക് പ്രത്യേക ഒരു ദിവസം ഒന്നും ആവശ്യമില്ലല്ലോ അല്ലെ. അപ്പൊ ഹാപ്പി ഫാദേഴ്സ് ഡേ. ചിക്കൻ കറി വെക്കണം. നല്ലോണം ലേറ്റായി. ഞങ്ങളവിടെ ഭക്ഷണം കഴിക്കാറുണ്ട്. ഞാൻ അച്ഛനെ കുറെ നേരം വർത്താനം പറഞ്ഞിരിക്കുന്നു. നല്ലോണം ലേറ്റായി. വേഗം ചിക്കൻ കറി വെക്കട്ടെ. ഞാൻ ചിക്കൻ കുറച്ച് കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചപ്പോൾ ഇത്തിരി മാറ്റി വെച്ചിട്ടാണ്, അത് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാനും കുറച്ചുണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് വേഗം പണികൾ തീർക്കട്ടെ. അപ്പൊ ഉച്ച കഴിഞ്ഞാൽ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് കറങ്ങാം. ഞാൻ പറഞ്ഞോളൂ അല്ലേ. അപ്പൊ അതിന് പോണം. അപ്പൊ വേഗം പണികൾ തീർക്കട്ടെ കേട്ടാ. എവിടെ പടക്കം പൊട്ടുണ്ടല്ലോ. ഇവിടെ എന്താണാവോ പരിപാടി. പള്ളി പെരുന്നാളും പൂരത്തിന്റെ ഒക്കെ സമയം കഴിഞ്ഞൂലോ. അറിഞ്ഞൂടാ. ഇന്നലും ഞാൻ കേട്ടായിരുന്നു. എന്താണോ അബ്ചടൻ മുങ്ങോ ആവോ, എനിക്ക് പണി തന്ന് പോവാവോ. ബിരിയാണി ആള് വെക്കുന്ന വെച്ചിട്ട് ഞാൻ അതിനുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഇത്രയും ചിക്കനുള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ വിചാരിക്കണ ഞാൻ മസാല തേച്ചിട്ട് ജസ്റ്റ് മുളക് പൊടി മല്ലിപ്പൊടി അല്ലല്ലോ മഞ്ഞപ്പൊടി ഇട്ട് വെച്ചതാ. ഇതൊന്നും ജസ്റ്റ് വറുത്തെടുത്തിട്ട് കറി വയ്ക്കാം. എയർ ഫ്രയറിൽ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കാം. 200 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഒന്ന് നമ്മൾ എണ്ണയിലിട്ട് പൊരിച്ച് ചെയ്യുന്നതിനേക്കാൾ എന്തായാലും കറി വെക്കുമ്പോൾ എണ്ണയൊക്കെ ഒഴിക്കും. അപ്പോൾ ഇച്ചിരി ഒരു എണ്ണയുടെ ഉപയോഗം കുറച്ചിരുന്നോട്ടെ. അപ്പൊ അതൊന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് വേഗം കറിയാക്കാം കേട്ടോ. അപ്പൊ ഞാൻ കുറച്ച് കാഷ്യൂനായിട്ട് വെള്ളത്തിലിട്ട് വെക്കട്ടെ. അപ്പൊ അതിട്ട് അരച്ചിട്ട് കുറച്ച് റിച്ച് ഗ്രേവി ആക്കാലോ. അപ്പൊ ഞാൻ കാഷ്യൂനായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ അത് ഇത്തിരി കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ച് കുതിർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അരയ്ക്കാൻ പറ്റുമല്ലോ. അപ്പൊ അതൊക്കെ വെച്ചിട്ട് നമുക്ക് പച്ചമുളക് നോക്കാൻ പോവാം. നമ്മൾ ഫസ്റ്റ് വ്ളോഗിൽ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. ആദ്യത്തെ വ്ളോഗിൽ ഞങ്ങൾ പച്ചമുളകിനെ മാറ്റി നടുന്ന ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് കുഞ്ഞു തയ്യായിരുന്നു. അതിങ്ങനെ വളർന്ന് വലുതായി പച്ചമുളകുകൾ വന്നിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് പൊട്ടിക്കാറായോ നോക്കാം. പൊട്ടിച്ചിട്ട് വരാം. കാരണം പച്ചമുളകിൻ്റെ കുറച്ചോളൂ. അപ്പൊ ഇങ്ങനെ എപ്പോഴും അപ്പൊ പറയണേ എനിക്ക് അറിഞ്ഞോളൂ. അത് ഓട്ടോമാറ്റിക്കലി വരുന്നതാട്ടോ. ഞാൻ മാറ്റാൻ ശ്രമിക്കാം. പക്ഷെ മാറ്റാൻ ശ്രമിക്കുന്നതോറും ഇത് കൂടി വരുന്ന പോലെ തോന്നും. അപ്പൊ ഇനി അപ്പൊ പറയാതെ കുറയ്ക്കണം. കുറേ ഒച്ചികൾ വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ അടിക്കണ്ടോ ഒച്ചി? കണ്ടോ പച്ചമുളക്. ഇത് വെള്ള കളറാവുന്ന മുളകാന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ അത് ആയിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഒന്നുകൂടി വലുതാവൂലേ? അവിടെയൊക്കെ ഉണ്ട്. ആയിട്ടുണ്ടോ? ഇതൊക്കെ വലിയ മുളകായിട്ടുണ്ടല്ലോ. ഈ വെള്ള കളറാവാത്ത മുളകാണോ? എന്താ ഇതൊക്കെ ആയിട്ടുണ്ടോ അല്ലേ? ഒന്ന് പൊട്ടിച്ചാലോ? ഇന്നത്തെ കറിയിലിട്ട് നോക്കിയാലോ? ദൈവമേ നിന്നിച്ചേക്കണേ. അധികം വേണ്ട. ഇതിലായി വരുന്നുള്ളൂ. ഒരു 3 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇനിയുണ്ട് കേട്ടോ. ഞാനത് ഒന്നുകൂടി ആയിട്ട് പൊട്ടിച്ചാൽ മതിയോ എന്ന് വിചാരിച്ചിട്ടാണ്. നല്ലരിക്കട്ടെ. ഇതും കൂടി പൊട്ടിക്കാം. 5 ഇത് വെച്ചിട്ട് ഇന്നത്തെ ചിക്കൻ കറി ഉണ്ടാക്കാം. മീൻ കുഞ്ഞുങ്ങളെ കണ്ട ഗപ്പിക്കുട്ടന്മാര്. അങ്ങനെ ഞാൻ പറഞ്ഞ്
ചിക്കൻ കറി ഉണ്ടാക്കാൻ കയറിയിട്ടോ എന്തെങ്കിലും പണി ചെയ്യുമ്പോൾ എൻ്റെ മുഖം ഇങ്ങനെയാണ് കേട്ടോ. ഇത് ദേഷ്യം കൊണ്ടോ ഒന്നും കൊണ്ടല്ല, എൻ്റെ മുഖം അങ്ങനെയാണ്. ചില റീലുകളൊക്കെ കണ്ടിട്ടില്ലേ, നമ്മൾ കരുതി കൂട്ടി ചെയ്യുന്നതല്ല, അതങ്ങനെ ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. പിന്നെ നല്ല മടിയുണ്ട് എൻ്റെ നടത്തത്തിൽ തന്നെ. നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഞായറാഴ്ച ദിവസങ്ങളിൽ ഇനി ആടി പാടിയിട്ട് നടക്കുക. അതുകൊണ്ട് തന്നെ നല്ലോണം ലേറ്റ് ആവും കേട്ടോ. എന്നും വിചാരിക്കും നേരത്തെ എനിക്കിട്ട് പണി തീർക്കണം ഞായറാഴ്ച, നമുക്ക് വെറുതെ ഇരിക്കാനുള്ള സമയം അപ്പം കിട്ടുന്നു. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഞായറാഴ്ച ദിവസങ്ങളിൽ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയം നമുക്ക് അയ്യോ അത് ചെയ്യാനില്ലേ ഇത് ചെയ്യാനില്ലേ എന്ന് ഓരോ സൈഡിൽ ക്ലീനിങ് ഒക്കെയാണ് കേട്ടോ. അങ്ങനെയൊക്കെ ഓരോ പണികൾ തലയിലേക്ക് കയറി വരും. അപ്പോൾ പിന്നെ ഞാൻ അത് ചെയ്യാൻ നിൽക്കും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതെ, ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പാത്രം യൂസ് ചെയ്യുന്നത് ഞാനിങ്ങനെ കട്ട് ചെയ്ത് എല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ബാക്കിലേക്ക് മറ്റേ കിച്ചണിലേക്ക് കുക്ക് ചെയ്യാൻ കയറാട്ടോ. പക്ഷെ ഇത് എളുപ്പമാണ്. മറ്റേത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് എടുക്കുക ഓടുമ്പോൾ. ഇപ്പോൾ യൂട്യൂബ് തുടങ്ങിയോണ്ട് ഞാൻ കുറേയൊക്കെ എന്താ പറയുക നന്നായി എന്ന് എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങളൊന്നും മടി പിടിച്ച് ചെയ്യാണ്ടിരിക്കുകയെന്ന് വെച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുക്കാം എന്നുള്ള പേരിൽ ഞാൻ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ നല്ലതായിട്ട് കാണുന്നു. ചിക്കൻ കറി ഒരുവിധമായിട്ടുണ്ട്. അപ്പം ഞാൻ സർലാസ് ഉണ്ടല്ലോ, ഞങ്ങളുടെ തൃശ്ശൂർ സർലാസ് എന്നൊക്കെ പറയാം. സലാഡ് നമ്മുടെ തൈര് ഒഴിച്ചിട്ടുള്ളത് അതൊക്കെ മുന്നേ തന്നെ സെറ്റ് ചെയ്ത് വെക്കാൻ കേട്ടോ. ഇതിങ്ങനെ കുറച്ച് നേരം ഉപ്പും ഒക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് നല്ലോണം മെൽറ്റായി വരും. അപ്പോൾ പിന്നെ തൈര് ചേർത്തത് ഒന്നുകൂടി ടേസ്റ്റാണ്. അപ്പം ഞാനും ആദ്യം വർത്താനം പറഞ്ഞിരുന്നിട്ട് അവിടെ ഞാൻ തലയിൽ വെളിച്ചെണ്ണയൊക്കെ തേക്കാം കേട്ടോ. അപ്പോൾ ആദ്യം അവിടെ നമ്മുടെ കടലാസിൻ്റെ ഒക്കെ ഇതുണ്ടാവുമല്ലോ, കാർഡ്ബോർഡ് പെട്ടി സാധനങ്ങളൊക്കെ കത്തിക്കുന്നുണ്ട്. ഞാൻ പറയാ അച്ഛൻ വരാൻ ലേറ്റ് ആവോ, നമ്മൾ പട്ടിണിയാവോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ അവിടെ ഇരിക്കുന്നത്. പിന്നെ അടുത്ത പണി എന്താ പറയുക, തീരുമ്പോൾ എന്തെങ്കിലും എൻ്റെ പണികൾ തലയിലെങ്കിൽ കയറി വരും. അതെന്ന് വെച്ചാൽ ഇതൊക്കെ പിന്നെ ആരാ ചെയ്യുക, നമ്മൾ തന്നെ ചെയ്യണ്ടേ. ഭാഗ്യത്തിന് ഇതൊന്നും കല്ലുമ്മ പോയി കഴുകണ്ടല്ലോ, വാഷിംഗ് മെഷീനിൽ ഇട്ടാൽ മതി. എങ്കിലും അതൊക്കെ ഒരു പണി തന്നെയാണ് കേട്ടോ, ഇതൊക്കെ നമ്മൾ ചെയ്യണ്ടേ. അപ്പോൾ ഓരോ ഷർട്ടും സാധനങ്ങളൊക്കെ അതെങ്ങനെയാണ് ഊരി അതേപോലെയാണ് കേട്ടോ അവരതിൽ കൊണ്ടുവന്നിടുക. അപ്പോൾ അതൊക്കെ നേരെയാക്കി, ചിലത് നമുക്ക് വെള്ള ഷർട്ടും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും ഞാൻ വാഷിംഗ് മെഷീനിൽ ഇടില്ല, അതൊക്കെ സെപ്പറേറ്റ്ലി മാറ്റിയിട്ട് അങ്ങനെ അതൊക്കെ വേറെ കഴുകൂട്ടോ. പിന്നെ ചിലതിൻ്റെയൊക്കെ കോളറും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഞാൻ വേറെ അലക്കല്ലും ഇട്ടിട്ട് ഉരച്ചിട്ടാണ് പിന്നെ വാഷിംഗ് മെഷീനിൽ ഇടുക. അങ്ങനെയൊക്കെ ചെയ്യണം, എന്നാലാണ് ശരി. ഇപ്പം മഴക്കാലമായ പിന്നെ പറയും കൂടെ വേണ്ട. ഞാനിപ്പോൾ ഒരു റൂമിൽ അഴക്കെ കെട്ടിയേക്കാം, മുകളിൽ ഉണങ്ങണ്ടേ, എന്താ ചെയ്യുക, ഉണങ്ങാണ്ട് നമുക്ക് തുണികളൊന്നും ഒരു സ്മെല്ലൊക്കെ വരുമല്ലോ. അപ്പം ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ ആ റൂമിലേക്ക് ഒരുവിധം ഉണങ്ങിയ ഡ്രസ്സുകൾ അങ്ങോട്ട് മാറ്റും, എന്നിട്ട് അവിടെ ഫാൻ ഇടും. അപ്പോൾ കുറച്ച് നേരം ഫാൻ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം ഉണങ്ങി കിട്ടുന്നുണ്ട് കേട്ടോ. കുറേ നേരത്തേക്ക് ഞാൻ വ്ളോഗൊന്നും എടുത്തില്ല കേട്ടോ. ഞാൻ ഇവിടെ വെച്ചിട്ട് ഞാൻ വ്ളോഗ് എടുത്ത തുണികളൊക്കെ കഴുകാനൊന്നുമില്ലേ, തുണികളൊക്കെ കഴുകാനിട്ടു. അത് കഴിഞ്ഞ് തുണികളൊക്കെ കഴുകി കുളിച്ചു, ഭക്ഷണം കഴിച്ചു, എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇന്ന് ഉച്ച കഴിഞ്ഞ് പുറത്ത് പോകുമെന്ന് പറഞ്ഞാൽ ഒന്നും നടന്നില്ല. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും നടക്കാറില്ല എന്ന്. അബ്ചാടം വരുമ്പോൾ തന്നെ 2 മണിയായിട്ടുണ്ട്. ഇനി ഇനിയിപ്പോൾ പോകാനൊന്നും സമയമില്ല, ഒന്നും നടന്നില്ല. പിള്ളേരെ യൂണിഫോം അങ്ങനത്തെ തേക്കലും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു. അങ്ങനെ ഇന്ന് വൈകുന്നേരം മറ്റേ വ്യസന സമേതം ബന്ധുമിത്രാദികളുണ്ടല്ലോ, ആ ഫിലിം കാണാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അതിന് പോകണം. ഫസ്റ്റിനെ ബുക്ക് ചെയ്തേക്കണേ, ഇന്ന് സൺഡേ അല്ലേ. ഇനി അത് സെക്കൻഡിന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാളെ സ്കൂളിൽ പോകാനൊക്കെ ഉള്ളതല്ലേ. അപ്പം അധികം തിരക്കൊന്നും ഇല്ല എന്ന് പറഞ്ഞ ഫിലിമിന് നോക്കട്ടെ, പോയി കണ്ട. കോമഡി ഫിലിമാണല്ലോ, അതുകൊണ്ടാണ് ബുക്ക് ചെയ്തേട്ടാ. അപ്പം അങ്ങനെ എന്തൊക്കെയായിരുന്നു, ഒന്നില്ലെങ്കിൽ അതിരപ്പള്ളി അല്ലെങ്കിൽ ചിമ്മിനി ഡാം ഒക്കെ പോയി. അതെ, ചേട്ടൻ ആദ്യം കൂടെ കാറൊക്കെ കഴുകുന്നുണ്ട്, അവരവിടെ കഴുകുന്നുണ്ട്, ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പണികളില്ലാണ്ടല്ല കേട്ടോ, ഇത്ര നേരം ഓരോ പണികളായിരുന്നു. അങ്ങനെ അപ്പം അവർ വണ്ടി കഴുകുന്നത് കാണിച്ചില്ല കേട്ടോ. എന്തൊരു ചെയ്യണ അതാ വ്ളോഗിൽ കണ്ടതല്ലേ, ആ വീഡിയോയില്. അവനത് ശ്രദ്ധിച്ചു, ഞാൻ അബ്ജണ്ണായി ചെന്നല്ലേ അത്. ചേട്ടനും ആദിക്കും ചെയ്യാൻ വളരെ ഇഷ്ടമുള്ള വളരെ ഇഷ്ടത്തോടെ ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ ഈ കാറായാലും ബൈക്കായാലും കഴുകുക എന്നുള്ളത്.
അപ്പം ഞാൻ പറയും എൻ്റെ വണ്ടി അവിടെ സൈഡിലിരിക്കുന്നുണ്ടല്ലോ അതും കൂടി കഴുകിക്കോളാൻ പറഞ്ഞോട്ടോ. ഇവരുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ വണ്ടി കഴുകലൊന്നുമില്ല, ഇവർ തന്നെ എനിക്ക് കഴുകി തരാറുണ്ട്, നല്ല വൃത്തിയിൽ തുടച്ച് തരും. അതിൻ്റെ ഇടയിൽ ഞാനും ആമയും മാക്സിക്ക് ഇട്ടിട്ടൊരു റീലൊക്കെ എടുത്തായിരുന്നു കേട്ടോ. മഴ കണ്ടോ ഗൈസ്, ദൈവമേ നാളെ പിള്ളേർക്ക് മുടക്ക. ഈശ്വരാ, അയ്യോ കൊടുങ്കാറ്റ്. ആ ചെടിച്ചട്ടി ഇറക്കി വെക്കായിരുന്നു അല്ലേ? എന്തിനാ നിങ്ങൾ കാറ് കഴിക്കുക ഈ സമയത്ത്? അയ്യോ ശ്വാസം മുട്ടുന്നു. മഴ പെയ്യുന്ന കേട്ടോ. ഈ വീട്ടിലാണോ നല്ല മീനല്ലോ? വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴും ടി വിയിലായാലും തിയേറ്ററിലായാലും പോയിട്ട് ഫിലിം കാണുമ്പോഴാണ് കേട്ടോ ഞാൻ ഈ ഭൂതക്കണ്ണാടി വെക്കാറുള്ളൂ. എനിക്ക് കണ്ണട വെച്ചാൽ എനിക്ക് ഫിലിംസ് ആയാലും സ്ക്രീനായാലും നല്ല ക്ലാരിറ്റിയിൽ കാണാൻ പറ്റുള്ളൂ. കണ്ണിന് ചെറിയ രീതിയിലൊരു പവറുണ്ട്, അത് രണ്ട് കണ്ണിനും ഉണ്ട് ചെറുതായിട്ടൊരു പവർ. പക്ഷേ എന്തോ വെച്ച് നടക്കുമ്പോൾ ഞാൻ കംഫർട്ടബിൾ അല്ല. ഞാൻ ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇപ്രാവശ്യം പോയിട്ട് ടെസ്റ്റ് ചെയ്തായിരുന്നു. പക്ഷേ എനിക്ക് കംഫർട്ടബിൾ ഇത് സ്ക്രീൻ ടൈമിൽ എനിക്ക് ഇത് കണ്ണട വെക്കുമ്പോഴാണ് എനിക്ക് കംഫർട്ടബിൾ, അല്ലെങ്കിൽ എനിക്ക് കൂടുതൽ സ്ട്രെയിൻ എടുക്കേണ്ടി വരാറുണ്ട് കേട്ടോ. കാറ് വെറുതെ തുടച്ചു അല്ലേ? ഇടിക്കലേ എന്തിയാ? മഴയത്ത് കളിക്കാൻ കൊതിയാവണ്ട? അതാ പറഞ്ഞ കൊതിയാവണ്ടോന്നു ന്യൂസ് വരില്ല. സത്യം പറയും, ഇങ്ങനത്തേലൊക്കെ കുറച്ചൊരു മീനുണ്ടാവാ അല്ലേ? ഏയ് സ്ഥലമുണ്ട്, ലാസ്റ്റ് ഇട്ട് ആദ്യം എടുക്കാം. നമ്മൾ ഗാനം തിയേറ്ററിലേക്ക് തിരക്ക്. കുഞ്ഞിനാണ് കുഞ്ഞിനെ കാണിച്ചത്. കുഞ്ഞെവിടെ? കുഞ്ഞ് സുഹൈൽ മുഹമ്മദ്. താഴ്ത്തിടരുതോട്ടോ. നമ്മൾ ഇത്രയും സ്ഥലം വെച്ച് ഇന്റർവെല് കഴിഞ്ഞു. അങ്ങനെ ആ സിനിമയിലത്തെ സംവിധായകനും അതിൽ അഭിനയിച്ചവരെല്ലാവരും കുറേ പേര് അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഞാൻ തിയേറ്ററിൽ പോയിട്ട് ഒരിക്കൽ കണ്ടിട്ടുണ്ട്.
ഏത് ഫിലിമിന് മമ്മൂക്കയുടെ ഒരു ഫിലിം പോയപ്പോൾ ഇതേപോലെ മമ്മൂക്ക വന്നില്ല എങ്കിലും അതിൽ അഭിനയിച്ച 1-2 പേരെ ഞാൻ ഗിരിജ തിയേറ്ററിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ബാൽക്കണിയിലായതുകൊണ്ട് തന്നെ സ്റ്റെയറിൻ്റെ അവിടെ നിന്ന് പോയി എത്തിച്ച് നോക്കാന്നല്ലാണ്ട് എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും കാണാൻ പറ്റിയില്ല. പക്ഷെ ഇവരെ ഞങ്ങൾ ശരിക്കും തൊട്ടടുത്ത് കണ്ടു, സെൽഫീസൊക്കെ എടുത്തു കേട്ടോ. പിള്ളേരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയി. നമ്മൾ സ്ക്രീനിൽ നല്ല കോമഡി ഒക്കെ ചെയ്യുന്ന ആൾക്കാരെ കാണുമ്പോൾ നല്ല സന്തോഷമല്ലേ. അങ്ങനെ കഴിഞ്ഞ് നേരെ മനുഷ്യൻ്റെ വീട്ടിൽ പോയിട്ടാവും. അപ്പോൾ സുഡു നല്ല ആക്റ്റീവായിരിക്കുന്ന സമയമായിരുന്നു. എനിക്ക് പട്ടിക്കുട്ടികളായാലും എനിക്ക് അടുത്തേക്ക് വരും എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് സുഡുവിനെ അവിടെ പിടിച്ച് വെച്ചേക്കാണ്. സുഡുവിനെ എല്ലാവരും കൊഞ്ചിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്തേക്ക് വരുന്നതെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് അറിഞ്ഞൂടെ എന്തോ. ഇന്ന് ഞാൻ സുഡുവിനൊന്ന് ജസ്റ്റ് ഒന്ന് തൊടുകയെങ്കിലും ചെയ്തായിരുന്നു കേട്ടോ. തീരെ ഞാൻ അടുത്തേക്ക് പോകാറില്ല. അല്ലെങ്കിൽ പിന്നെ അവിടെ നിന്ന് ഞാവൽപ്പഴമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളത് ഉപ്പൊക്കെ ഇട്ടിട്ട് കഴിച്ചു കേട്ടോ. എക്സ്പ്രഷൻ പുളി പോലെ. അപ്പൊ ഞങ്ങൾ സിനിമയൊക്കെ കഴിഞ്ഞ് വന്നു. ഞങ്ങൾ മനുഷ്യന്റെ വീട്ടിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മനക്കുട്ടീനെയും സാറക്കുട്ടീനെയും പിന്നെ സുഡുവിനെയൊക്കെ കണ്ടു. സുഡുവിനെ ഞാൻ തൊട്ടുന്ന് ആദ്യമായിട്ടല്ല, ഞാൻ മുന്നേ തൊട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് കുറച്ചുകൂടി തൊട്ടു. പതുക്കെ പേടി എനിക്ക് മാറ്റണം എന്നുണ്ട്. പിന്നെ നല്ല ഫിലിമായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ഫീൽ ഗുഡ് മൂവി, അങ്ങനത്തെ പറയാം, നമുക്ക് ചിരിച്ചിങ്ങനെ ഇരിക്കാം, അങ്ങനത്തെ ഒരു പടമാണ്. പക്ഷെ അതിന്റെ ബേസ് ഒരു മരണ വീടിന്റെ ഒക്കെ ഒരു ബേസാണ്. ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റുന്ന ഒരു പടമാണ് കേട്ടോ. പിന്നെ അതിൽ ആക്ടേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിള്ളേരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞങ്ങൾ പോയിട്ട് സെൽഫിയൊക്കെ എടുത്തായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇവിടെ അടുത്തുള്ള ഗാന തിയേറ്ററിലാണ് പോയ വളർക്കാവ്. നല്ലൊരു വല്ലാണ്ട് വലിയ സംഭവമാണെന്ന് ചോദിച്ചു പോകണ്ട, സാധാരണ ഒരു സിനിമ, ചെറിയൊരു സിനിമ. ഇപ്പം കണ്ടിട്ടില്ലാത്തവരിപ്പം ഒന്ന് കണ്ടോക്ക്. പിന്നെന്താ, ഞങ്ങൾ വന്നു, ഫ്രഷായി. അപ്പോൾ ഇന്നത്തെ ഒരു സൺഡേ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഒരുപാട് പ്ലാനിങ്ങോട് കൂടിയിട്ട് ഞാൻ ഇന്ന് കാലത്ത് വ്ളോഗ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യമായിട്ടും ഉച്ച കഴിഞ്ഞാൽ കറങ്ങാൻ പോകണം, മഴയ്ക്കല്ലേ. അങ്ങനെ വല്ലാണ്ട് ദൂരമല്ലെങ്കിലും മഴ വൈബ് ആസ്വദിക്കാൻ പറ്റുന്ന സ്ഥലത്തേക്ക് പോകണം എന്നൊക്കെ കരുതിയിട്ടാണ് ഇന്നത്തെ വ്ളോഗ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ഒന്നും തന്നെ നടന്നില്ല ഗൈസ്, ഒന്നും നടന്നില്ല. ഞാൻ ഇവിടെ ഇരുന്നു, ഉച്ചവരെ പണികളുണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ ദിവസം അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു വീഡിയോയിലൊക്കെ വീണ്ടും കാണാം. Okay, bye. Thanks for watching.